ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാ ഫോണുകളിൽ പലവിധ കാരണങ്ങൾ കൊണ്ട് ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് പലപ്പോഴും പലരുടെയും ഫോണിൽ ഉണ്ടായി കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ശബ്ദം നഷ്ടപ്പെടുന്ന പ്രശ്നത്തിന് നമുക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ശബ്ദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫോണിൻ്റെ ശബ്ദം നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം, എങ്ങനെ നമുക്ക് തിരിച്ച് നമ്മുടെ ഫോണിനെ പഴയ നോർമൽ സ്ഥിതിയിലേക്ക് നമ്മുടെ ഫോണിൻ്റെ ശബ്ദം ക്രമീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോയാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നെ വലിയ ചിലവുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് തന്നെ ചെയ്തു നോക്കാൻ പറ്റിയ ചില സെറ്റിങ്സുകളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം മാത്രം ഫോണിൻ്റെ ശബ്ദം തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുത്ത് നന്നാക്കിയാൽ മാത്രം മതിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഫോണിൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ സെറ്റിങ്സ് സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. അതനുസരിച്ച് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ മുകളിലേക്ക് അല്പം സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഈ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് മുകളിലേക്ക് അല്പം സ്ക്രോൾ ചെയ്യുക. നമുക്കിവിടെ കാണാവുന്നതാണ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ മറ്റൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മുടെ ഫോണിൻ്റെ ശബ്ദമെല്ലാം സൈലൻറ്റ് മോഡിൽ കിടക്കുകയാണ്. നമുക്ക് ഈ സൈലൻറ്റ് മോഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓഫാക്കി കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിൻ്റെ ശബ്ദമൊക്കെ തിരിച്ചു വരികയുള്ളൂ. നമ്മളിത് സൈലൻറ്റ് മോഡ് ഓഫാക്കി കൊടുക്കണം. ഇവിടെ ഞാൻ സൈലൻറ്റ് മോഡ് ഓഫാക്കി കൊടുക്കുകയാണ്. അതോടൊപ്പം റിംഗ് ടോണൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മെസ്സേജ് വരുമ്പോഴുള്ള ശബ്ദമെല്ലാം നമ്മളിവിടെ കൂട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ശബ്ദമെല്ലാം പഴയ പോലെ നമുക്കിവിടെ തിരിച്ചു വരുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ഈ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വേറെയും ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ആ സെറ്റിങ്സുകളെല്ലാം നമ്മൾ മാറ്റിയിട്ട് കൊടുത്തു നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ ഫോണിൻ്റെ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എവിടെയാണ് നമ്മുടെ ഫോണിൻ്റെ ശബ്ദത്തിൽ ക്രാഷായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ ഓപ്ഷനുകൾ മാറ്റിയിട്ട് നോക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് താഴേക്ക് അല്പം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനൊക്കെ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിങ്സിൽ നോക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ കാണാവുന്നതാണ്. ഹാപ്റ്റിക്സ് ആൻഡ് ടോൺസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും നമ്മൾ ആക്ടിവേറ്റ് ആക്കേണ്ടതാണ്. ഡയൽ പാഡ് സൗണ്ട്, ലോക്ക് സ്ക്രീൻ സൗണ്ട്, സ്ക്രീൻഷോട്ട് സൗണ്ട്, ഡയൽ ടോൺ സൗണ്ട്, ഫിംഗർ പ്രിൻ്റ് അനിമേഷൻ സൗണ്ട്, ടച്ച് സൗണ്ട് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഈ ഒരു ഓപ്ഷനുകളെല്ലാം നമ്മൾ ആക്ടിവേറ്റ് ആക്കി കൊടുക്കേണ്ടതാണ്. ഈ ഒരു ഓപ്ഷനൊക്കെ ആക്ടിവേറ്റ് ആക്കി കൊടുക്കുന്നതോടുകൂടി ചിലപ്പം നമ്മുടെ ഫോണിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനൊക്കെ നമ്മൾ എനേബിൾ ചെയ്തിടുക. എൻ്റെ ഫോണിലുള്ള ഈ ഒരു ഓപ്ഷനൊക്കെ ഞാനിവിടെ എനേബിൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ഡയൽ പാഡ് ടോൺ അത് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തത് ലോക്ക് സ്ക്രീൻ സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാം. അത് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്.
അടുത്തത് സ്ക്രീൻഷോട്ട് സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് ഞാനിവിടെ സെലക്ട് ചെയ്തു. അടുത്തത് ഡിലീഷൻ സൗണ്ട് എന്നുള്ളതാണ്. അത് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫിംഗർ പ്രിൻ്റ് അനിമേഷൻ സൗണ്ട് എന്നുള്ളതാണ്. അതിവിടെ ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഉള്ളത് ടച്ച് സൗണ്ടാണ്. അത് നമുക്കിവിടെ സെലക്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയൊക്കെ സെറ്റിങ്സ് ചെയ്തതിന് ശേഷം ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ശബ്ദം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെറ്റിങ്സിലേക്ക് പോകാം. ഈ ഒരു സ്ക്രീനിൽ നിന്ന് നമുക്ക് ബാക്കിലേക്ക് വരേണ്ടതാണ്. ബാക്കിലേക്ക് വന്നതിന് ശേഷം അടുത്ത ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെയായിട്ട് 2 ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് റിയൽ സൗണ്ട് ടെക്നോളജി, അടുത്തത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന 2 ഓപ്ഷനുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വോളിയം ബട്ടൺ ഫങ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. കൂടാതെ താഴോട്ട് ഡിഫോൾട്ട് റെക്കോർഡർ, ഇൻ ഇയർ മോണിറ്ററിംഗ് എന്നീ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ വോളിയം ബട്ടൺ ഫങ്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോപ്പ് വിൻഡോ താഴെ വരുന്നതാണ്. ഇതിൽ മീഡിയ വോളിയം, റിംഗ് ടോൺ വോളിയം എന്നീ 2 ഓപ്ഷനുകളുണ്ട്. ഇതിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന റിംഗ് ടോൺ വോളിയം എന്നുള്ളതാണ്. നമുക്കത് മീഡിയ വോളിയം എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് മാറ്റിയിടേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഓപ്ഷൻ മാറ്റിയിടുന്നില്ല. ഫോണിൻ്റെ ശബ്ദമൊക്കെ പോയവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഈ ഒരു സെറ്റിങ്സൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ശബ്ദം തിരിച്ചു കിട്ടുന്നതിനായിട്ട് ഉള്ള സെറ്റിങ്സുകൾ ഇതുപോലെ ചെയ്യുക. ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് കൂടെ കാണിച്ചു തന്നതിന് ശേഷം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ശബ്ദം നമുക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ശബ്ദം നമുക്ക് വളരെ വ്യക്തമായി കേൾക്കുന്നതിനുള്ള ഒരു സെറ്റിങ്സാണ്. ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ നമ്മൾ ഏതെങ്കിലും സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ആക്ടിവേറ്റ് ആക്കേണ്ടത്. അത് കാണിക്കുന്നതിനായിട്ട് എൻ്റെ മറ്റൊരു ഫോണിൽ നിന്ന് ഞാൻ എൻ്റെ ഈ ഫോണിലേക്ക് ഞാൻ ഒരു കോൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന കോള് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഫോണിൻ്റെ വോളിയം ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വോളിയം കൂട്ടുക. ഇങ്ങനെ നമ്മുടെ ഫോണിൻ്റെ വോളിയം കൂട്ടുന്നതോടുകൂടി നമ്മുടെ ഫോണിലെ ശബ്ദമില്ല എന്നുള്ള പ്രശ്നം എന്നേക്കുമായിട്ട് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.